DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 20 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, നടനും തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീനിവാസൻ അന്തരിച്ചു. ഡയാലിസിസിനായി തൃപ്പൂണിത്തുറ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെയാണ് അന്ത്യം. 69 വയസ്സായിരുന്നു. നീണ്ട 48 വർഷത്തെ സിനിമാ ജീവിതത്തിൽ സിനിമയിലെ സമസ്ത മേഖലകളിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി കൂടെയായിരുന്നു ശ്രീനിവാസൻ. അടുത്ത അറിയിപ്പ്, ഡിജിറ്റൽ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ അൺറിസർവ്ഡ് ട്രെയിൻ ടിക്കറ്റുകളുടെ പരിശോധനാ നടപടിയിൽ നിർണായക മാറ്റവുമായി ഇന്ത്യൻ റെയിൽവേ എത്തിയിരിക്കുകയാണ്. മൊബൈൽ ഫോണിൽ ടിക്കറ്റ് കാണിച്ചാൽ മാത്രം മതിയാകില്ലെന്നും അൺറിസർവ്ഡ് യാത്രക്കായി ടിക്കറ്റിന്റെ പ്രിന്റ് പകർപ്പ് നിർബന്ധമാണെന്നും റെയിൽവേ പുതിയ മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കി. സാങ്കേതിക ദുരുപയോഗം വഴി നടക്കുന്ന തട്ടിപ്പുകൾ തടയുന്നതിനായാണ് പുതിയ തീരുമാനം. അടുത്ത അറിയിപ്പ്, ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളുടെ കുട്ടികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം അനുവദിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ വിദ്യാകിരണം സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ്. സർക്കാർ എയ്ഡഡ് മേഖലയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പുറമെ സ്വകാര്യ, സ്വാശ്രയ, ഓട്ടോണമസ് സ്ഥാപനങ്ങളിൽ മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും സ്കോളർഷിപ്പിന് ഓൺലൈനായി അപേക്ഷിക്കാം. മെറിറ്റ് കോട്ടയിൽ പ്രവേശനം നേടിയെന്നുള്ള സ്കൂൾ കോളേജ് പ്രിൻസിപ്പലിന്റെ സാക്ഷ്യപത്രം അപേക്ഷയോടൊപ്പം ഹാജരാക്കണം. സ്കോളർഷിപ്പ് തുക ഓരോ ക്ലാസ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ഡിഗ്രി, PG, പോളിടെക്നിക്, പ്രൊഫഷണൽ കോഴ്സുകൾക്ക് 10 മാസത്തേക്ക് 1000 രൂപ വരെ സ്കോളർഷിപ്പായി ലഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, പ്രീ പ്രൈമറി പഠനത്തിന് 3 വർഷ കോഴ്സ് ചിട്ടപ്പെടുത്താനുള്ള ഒരുക്കങ്ങളിലാണ് വിദ്യാഭ്യാസ വകുപ്പ്. പ്രീ സ്കൂളുകൾക്കും പ്രീ പ്രൈമറി പഠനത്തിനും ഏകീകൃത മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയാണ് സർക്കാർ. സ്വകാര്യ പ്രീ പ്രൈമറി സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനും വിദ്യാഭ്യാസത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായാണ് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ആവിഷ്കരിക്കുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ ഏകീകൃത മാനദണ്ഡങ്ങൾ പ്രകാരമായിരിക്കും പ്രീ സ്കൂളുകളുടെ പ്രവർത്തനം. പ്രീ സ്കൂളുകളിലെ അധ്യാപകരുടെ യോഗ്യത, അടിസ്ഥാന സൗകര്യങ്ങൾ, പഠനരീതി എന്നിവ പരിഷ്കരിക്കും. അടുത്ത അധ്യയന വർഷം മുതൽ 1-ാം ക്ലാസ് പ്രവേശനത്തിനുള്ള കുറഞ്ഞ പ്രായം 6 വയസ്സാക്കുന്നതോടൊപ്പം പ്രീ പ്രൈമറി വിദ്യാഭ്യാസ കാലയളവ് 2 വർഷത്തിൽ നിന്ന് 3 വർഷമാക്കി ഉയർത്തുകയും ചെയ്യും. 3-ാം വയസ്സിൽ ആരംഭിക്കുന്ന പ്രീ പ്രൈമറി വിദ്യാഭ്യാസം 6 വയസ്സുവരെ തുടരും. SCERT രൂപപ്പെടുത്തിയ പുതിയ പാഠ്യപദ്ധതിയാകും പ്രീ പ്രൈമറി സ്കൂളുകളിൽ പഠിപ്പിക്കുക. അടുത്ത അറിയിപ്പ്, ദേശീയപാതകളിൽ 2026 അവസാനത്തോടെ AI അടിസ്ഥാനമാക്കിയുള്ള ടോൾ ശേഖരണം നടപ്പാക്കുമെന്ന് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അറിയിച്ചിരിക്കുകയാണ്. മൾട്ടി ലൈൻ ഫ്രീ ഫ്ലോ ടോൾ സിസ്റ്റവും AI അടിസ്ഥാനമാക്കിയുമുള്ള ഹൈവേ നിയന്ത്രണ സംവിധാനവുമാണ് ഇതിനായി ഏർപ്പെടുത്തുകയെന്നും മന്ത്രി അറിയിച്ചു. ടോൾ പ്ലാസകളിൽ കാത്തുകിടക്കുന്ന സ്ഥിതി പൂർണ്ണമായും അവസാനിക്കും. രാജ്യത്ത് 10 പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപിച്ച സംവിധാനമാണ് എല്ലാ ദേശീയപാതകളിലേക്കും വ്യാപിപ്പിക്കുന്നത്. മുൻകാലങ്ങളിൽ ടോൾ പ്ലാസകളിൽ പണമടയ്ക്കാനായി വാഹനം 3 മുതൽ 10 മിനിറ്റ് വരെ നിർത്തേണ്ടി വന്നിരുന്നു. ഫാസ്ടാഗ് ഏർപ്പെടുത്തിയതോടെ ഇത് 1 മിനിറ്റിൽ താഴെയായി കുറക്കാൻ സാധിച്ചു. MLFF വരുന്നതോടെ 80 കിലോമീറ്റർ വേഗത്തിൽ കാറുകൾക്ക് ടോൾ ഗേറ്റുകൾ കടന്നുപോകാൻ സാധിക്കും. GPS, ഓട്ടോമാറ്റിക് നമ്പർ പ്ലേറ്റ് റെക്കഗ്നിഷൻ ക്യാമറകൾ എന്നിവ സ്ഥാപിച്ച് AI സഹായത്തോടെയാണ് ടോൾ നിർണ്ണയിക്കുന്നത്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഡിസംബർ മാസത്തെ റേഷൻ വിതരണം പുരോഗമിക്കുകയാണ്. ഇനി കേവലം 11 ദിവസങ്ങൾ മാത്രമാണ് റേഷൻ വിതരണത്തിനായുള്ളത്. മറ്റു മാസങ്ങളെ അപേക്ഷിച്ച് നീലവെള്ള കാർഡുകാർക്ക് ഈ മാസം അധിക അരിവിഹിതവും അനുവദിച്ചിട്ടുണ്ട്. ഇനിയും റേഷൻ വിഹിതം വാങ്ങാത്തവർ അവസാന നാളുകളിലേക്ക് വയ്ക്കാതെ തന്നെ നിങ്ങളുടെ റേഷൻ വിഹിതങ്ങൾ കൈപ്പറ്റുവാൻ ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.